ഗുഡ്വിൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു വിഭവമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വെജിറ്റബിൾ കുർമയാണ്. വെജിറ്റബിൾ കുർമ ചപ്പാത്തി, റൊട്ടി അങ്ങനെയുള്ള എല്ലാത്തിനെയും കൂടെ വളരെ വിശേഷപ്പെട്ടതാണ്. വളരെ സ്പൈസി ഒന്നല്ല, ലൈറ്റ് സ്പൈസിയാണ്. നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിൾ കുറുമയ്ക്ക് വേണ്ട വെജിറ്റബിൾ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. സോൾട്ട് ഇട്ട വെള്ളത്തിൽ ബോയിൽ ചെയ്തെടുക്കാം. നമ്മുടെ വെള്ളം ഏകദേശം തിളച്ചു തുടങ്ങി. നമുക്കതിലേക്ക് കുറച്ച് സോൾട്ട് ഇടാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്തിരിക്കുന്ന ഒരു വലിയ ക്യാരറ്റ്, ഒരു പൊട്ടറ്റോ, ഒരു 10 എണ്ണം ബീൻസ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ബോയിൽ ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നത്. ബോയിലായി കഴിയുമ്പോൾ, ഏകദേശം ബോയിലായി കഴിയുമ്പോൾ നമ്മൾ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരു 80 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ഇതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മുടെ കുറുമ തയ്യാറാക്കാനായി നമ്മുടെ അടുപ്പൊന്ന് കത്തിക്കാം. ഉരുളി വയ്ക്കാം. നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായി, ഏകദേശം ചൂടായി. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗ്രാമ്പൂ 4 പീസ്, 2 പീസ് ഏലക്ക, 10 പീസ് കുരുമുളക്, കറുകപ്പട്ട 2 എണ്ണം, പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ബേ ലീഫ്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, മീഡിയം സൈസ് 3 സവാളയാണ് നമ്മൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി സവാള ഒന്ന് വഴണ്ട് തുറന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇത് 8 പച്ചമുളകുണ്ട്. നമ്മുടെ എരിവിൻ്റെ ആവശ്യാനുസരണം കൂടുതലോ കുറവായിട്ട് ചേർക്കാം. നമ്മുടെ കുറുമയ്ക്ക് സ്പൈസി വേണമെങ്കിൽ നമ്മൾ പച്ചമുളക് കൂടുതൽ ചേർക്കുക. കാരണം നമ്മളിതിനകത്ത് ചുവന്ന മുളക്, അതായത് മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിന് ഉണ്ടാവുകയുള്ളൂ. അടുത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1.5 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ജിഞ്ചർ ഗാർലിക്കും കൂടി ഒന്ന് ഫ്രൈ ആവണം. ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി. നമ്മുടെ ഒണിയനൊക്കെ ഏകദേശം ബ്രൗൺ ആയി. ഇനി നമുക്ക് നമ്മുടെ ബാക്കി സ്പൈസസ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 2 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ച മണമൊക്കെ മാറുന്ന വരെ
നമ്മുടെ മസാല ഏകദേശം ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് ഒരു തക്കാളിയാണ് നമ്മൾ അരിഞ്ഞു വെച്ചത്. തക്കാളിയിൽ നിന്ന് പതുക്കെ വഴണ്ട് വരുമ്പോൾ ബാക്കി നമുക്ക് കുറച്ച് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ ഏകദേശം റെഡിയായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു 80 മില്ലി പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. നമ്മുടെ ഓണിയൻ ഇതൊക്കെ നന്നായിട്ട് കുക്കായി നല്ല ടൈറ്റായി അതിന് ഗ്രേവി വെള്ളമൊക്കെ പറ്റി ഇതായി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വെജിറ്റബിൾ ബോയിൽ ചെയ്തിട്ട് വെച്ച സ്റ്റോക്ക് അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് ഇതിന് ലൂസാക്കാം. ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ശരിക്കും തിളയ്ക്കണം. നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചു. കുറച്ചുകൂടെ ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെജിറ്റബിളും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചു. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച ക്യാരറ്റ്, ബീൻസ്, പൊട്ടറ്റോ, കോളിഫ്ലവർ ഇതെല്ലാം ആദ്യം ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ബാക്കി നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുറുമ നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് ഗ്രീൻ പീസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഒന്നുകൂടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കാഷ്നട്ട് പേസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. നമ്മുടെ കുറുമ നന്നായിട്ട് തിളച്ചു. നമുക്കൊന്ന് കുറച്ച് ഫയർ കുറയ്ക്കാം. ഇതിലേക്ക് നമ്മുടെ കാഷ്നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മൂന്ന് സ്പൂൺ കാഷ്നട്ട് പേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ കുറുമ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മല്ലിയിലയാണ് നമ്മൾ എടുത്ത് കൊടുത്തത്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം. കുറുമ നമ്മുടെ ഈ ബോളിലേക്ക് മാറ്റാം. കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിൽ തൂവി കൊടുക്കാം. നമ്മുടെ രുചിയേറിയ വെജിറ്റബിൾ കുറുമ തയ്യാറാണ്. ഇത് നമ്മുടെ ചപ്പാത്തി, റൊട്ടി, അതുപോലെ പൊറോട്ട ഇതിനൊക്കെ കൂടെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായി കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഞങ്ങൾക്ക് അയയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ അമർത്തുക. താങ്ക് യു.